കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പെരുമ്പാവൂർ യൂണിറ്റ് സമ്മേളനം പട്ടാലിൽ നടന്നു. യോഗത്തിന്റെ ഉദ്ഘാടനം പെരുമ്പാവൂർ പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാർ എൽ നിർവഹിച്ചു. പഴയ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് പുതിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി, എല്ലാം ഡിജിറ്റലൈസ്ഡ് ചെയ്തു. ഞാനൊക്കെ സേവാറായിരിക്കുന്ന സമയത്ത് നമ്മൾ കോപ്പി എഴുതണം. 3 പേപ്പറിൽ 4 പേപ്പറിൽ കാർബൺ വെച്ച് കുത്തി എഴുതി കോപ്പി എടുത്തിട്ടാണ് നമ്മൾ 1, 2, 3 ഷീറ്റാക്കി കൊടുക്കുന്നത്. പിന്നെ 1, 2, 3 ഫോമായി അങ്ങനെ 3, 4 സ്റ്റേജ് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ഇതെല്ലാം കമ്പ്യൂട്ടറിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ CD ഫയൽ മേടിച്ച് വരുത്തി പരിശോധിക്കണമായിരുന്നു. ഇപ്പോൾ CD ഫയൽ ആരുടെയും മേടിച്ച് വരുത്തി പരിശോധിക്കണ്ട, നമ്മുടെ ലാപ്ടോപ്പിൽ കിട്ടും. ഓരോരുത്തരുടെയും ട്രൈൻ നമ്പർ അയച്ചു കൊടുത്താൽ മതി. ആ പോലീസ് സ്റ്റേഷനിൽ ഓരോരുത്തരുടെയും അവർ ഇന്നലെ എന്ത് ചെയ്തു, ഇന്നലെ എന്താണ് ലാസ്റ്റ് CD ആയിട്ട് എഴുതിയിരിക്കുന്നതെന്ന് അപ്പോൾ നമുക്കറിയാൻ പറ്റും. ആ ഒരു രീതിയിലേക്ക് പോലീസ് സംവിധാനം മാറി. അതിൽ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ കന്യാകുമാരി പോയിരുന്നു നോക്കിയാലും കാശ്മീരിൽ പോയിരുന്നു നോക്കിയാലും ആ വാളിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്കറിയാൻ പറ്റുന്ന ഇതിലേക്ക് പോലീസ് സംവിധാനം മാറി. ഒരുപാട് മാറ്റങ്ങൾ പോലീസിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് പൊതുജനങ്ങൾക്കോ നല്ലൊരു ശതമാനം പോലീസുകാർക്കോ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. കാരണം ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിക്കഴിയുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഉള്ള ഒരു അവസരം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംജാതമായിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ അല്ലെങ്കിൽ ഇതിനൊക്കെ ഞാനിത് പറഞ്ഞു വരാൻ കാരണം ഈ ടെക്നോളജി എല്ലാം വന്നെങ്കിലും നിങ്ങൾ പറഞ്ഞു തന്ന അറിവുകൾ മാത്രമേ അതിനകത്തുള്ളൂ ഇപ്പോഴും. KSPPW യൂണിറ്റ് പ്രസിഡന്റ് TA മുഹമ്മദ് ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇങ്ങനൊരു ഓഫീസ് നമുക്ക് നല്ലൊരു ഓഫീസ് ഇതുപോലെ ഉണ്ടാക്കാനും എല്ലാവരും നിശ്ചയമായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരുമ്പാവൂർ യൂണിറ്റാണ് അതിൽ ഏറ്റവും കൂടുതൽ നല്ല കോൺട്രിബ്യൂഷൻ നടത്തിയത്. അത് പറയാൻ ഞാനല്ല പറയുന്നത്, ജില്ലാ ട്രഷറർ പറയുന്നതിനും പ്രതീക്ഷയില്ല. കാരണം ജില്ലാ ട്രഷറർ പറയുന്നത് ഞാനല്ല പറയുന്നത്, അദ്ദേഹമാണ് അതിന് കണക്കറിയാവുന്നത്. മറ്റൊരു കാര്യം ഉള്ളത്, ഈ കോതമംഗലത്ത് കഴിഞ്ഞ ദിവസം ഒരു സഹായ ഹസ്തം എന്ന് പറഞ്ഞൊരു പരിപാടി ആരംഭിച്ചു. വളരെ ഗംഭീരമായ പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു. അതും ഏതായാലും നമ്മുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയ കോതമംഗലത്തിന്റെ പ്രസിഡന്റുമായ കുര്യാക്കോസ് വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് നടപ്പാക്കിയതെന്നും അവിടെ എന്താണ് ചെയ്തതെന്നും അത് നമുക്ക് വേണം എന്നൊരു അഭിപ്രായമുള്ളത്. അത് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പറയാം, ഇത് നമുക്ക് എങ്ങനെ വേണം, ആരൊക്കെ വില്ലിങ്ങായിട്ട് വരും നമുക്ക് വിശദമായിട്ട് അതിൽ കുര്യാക്കോസ് വിശദമായിട്ട് ഇരിക്കുന്നു ഞാൻ കരുതുന്നു. ഓഗസ്റ്റ് 15 എല്ലാ വർഷങ്ങളും നമ്മൾ ചാരിറ്റി നടത്താറുണ്ട്. അതിലും പെരുമ്പാവൂർ യൂണിറ്റ് തന്നെയാണ് എന്നും മുന്നിൽ നേടുന്നത്. ഈ ഓഗസ്റ്റ് 15 നമുക്ക് ഗംഭീരമായ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി നമ്മുടെ ഈ പെരുമ്പാവൂർ യൂണിറ്റിലുള്ള എവിടെയെങ്കിലും ഒരു ആതുര സേവനങ്ങൾ ആതുരവാലയങ്ങൾ ഏതെങ്കിലും കണ്ടെത്തിക്കൊണ്ട് കഴിഞ്ഞോണം ലാസ്റ്റ് എടുത്ത് കൊടുക്കലാണ്. വൈസ് പ്രസിഡന്റ് സലീം പുത്തുക്കാടൻ അനുസ്മരണ പ്രസംഗം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP പോൾ മുഖ്യപ്രഭാഷണം നടത്തി. പെരുമ്പാവൂർ യൂണിറ്റ് എറണാകുളം റൂറൽ ജില്ലയിലെ ആസ്ഥാന യൂണിറ്റ് എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ യൂണിറ്റ് എറണാകുളം റൂറൽ ജില്ലയിലെ 1ാമത്തെ യൂണിറ്റ് ആയി പ്രവർത്തിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാം കൊണ്ടും പെരുമ്പാവൂർ യൂണിറ്റിൽ നമ്മുടെ ആസ്ഥാനം, നമ്മുടെ ജില്ലാ ഓഫീസ് ഇവിടെ വരാനുള്ള ഒരു കാരണം ഞാൻ പണ്ട് ഓർക്കുകയാണ്. നമുക്ക് എറണാകുളം റൂറൽ ജില്ലയുടെ ആസ്ഥാനം ആലുവയായിരുന്നു. ആലുവയിൽ നമുക്കൊരു ഓഫീസിന് വേണ്ടി പല രീതിയിൽ നമ്മൾ പ്രയത്നിച്ചു, പ്രവർത്തിച്ചു. അവസാനം നമുക്ക് ജില്ലാ ഓഫീസ് പരിസരത്ത് ക്വാർട്ടേഴ്സുകളിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞു. അവിടെ അന്വേഷിച്ചപ്പോൾ വേക്കൻസി വരട്ടെ, DCRBയിൽ ഒരു മുറി തരാമെന്ന് പറഞ്ഞു. അത് പല കാരണങ്ങളാൽ അത് ഉപേക്ഷിക്കപ്പെട്ടു. DCRBയുടെ മുകളിൽ നിന്ന് ആസ്പെറ്റാസ് വെച്ച് നമ്മൾ മറച്ചൊരു ഓഫീസായിട്ട് എടുത്തു എന്ന് പറഞ്ഞു. അതും നമുക്ക് ലഭിച്ചില്ല പല കാരണങ്ങളാൽ. അവസാനം പെരുമ്പാവൂർ ഭാഗത്ത് അന്നൊരു കിംവദന്തി പരന്നത് സിറ്റി ആലുവ ഭാഗം സിറ്റിയിലേക്ക് പോവുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനോടനുബന്ധിച്ച് നെടുമ്പാശ്ശേരി, ആലുവ, അങ്കമാലി ഭാഗമൊക്കെ സിറ്റിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആസ്ഥാനം ആലുവയൊക്കെ സിറ്റിയിലേക്ക് പോകുമ്പോൾ ആസ്ഥാനം പെരുമ്പാവൂർ ആയി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പെരുമ്പാവൂർ ഭാഗത്ത് നമ്മുടെ ഓഫീസിന് വേണ്ടി പരിശ്രമിച്ചത്. ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ് സംഘടന വിശദീകരണം ചെയ്തു. ജില്ലാ ട്രഷറർ സലീം KS, ജോയിന്റ് സെക്രട്ടറി MK കുര്യാക്കോസ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CT ജോബ്, യൂണിറ്റ് സെക്രട്ടറി KV മത്തായി, ട്രഷറർ രഘുനാഥ്, ഭാരവാഹികളായ ജയകുമാരൻ നായർ, KV കുര്യാക്കോസ്, ബാവ ഹുസൈൻ, രാജേന്ദ്രൻ AR എന്നിവരും സംബന്ധിച്ചു. റിട്ടയർഡ് DYSP PV ബേബി, PI റെജി എന്നിവർക്ക് അംഗത്വം നൽകി.
മെഡിസെപ്പ് അപാകതകൾ പരിഹരിക്കുക, പെൻഷൻ പരിഷ്കരണം ത്വരിതപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.